ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് കോടതിയുടെ വലിയ വിമർശനമുണ്ടായത്. ദിവസം SIT അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. ജിബിൻ JB വിവരങ്ങൾ നൽകും. ജിബിൻ, എപ്പോഴായിരുന്നു അറസ്റ്റ്? എന്താണ് വിവരം? ദിവീഷ്, പങ്കജ് ഭണ്ഡാരി, അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയാണ് ഇപ്പോൾ SIT പിടികൂടിയിരിക്കുന്നത്. നേരത്തെ തന്നെ പോറ്റി മൊഴി നൽകിയിരുന്നു. അതായത് പങ്കജ് ഭണ്ഡാരിയുടെ അടുത്തെത്തിച്ച് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ എത്തിച്ചാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം വേർതിരിച്ചെടുത്തത്. അതിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയതുപോലെ തന്നെ ഇയാൾക്കും ഈ പങ്കജ് ഭണ്ഡാരിക്കും ഇതുമായി ബന്ധമുണ്ടെന്നും അതുവഴി ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വഴി പങ്കജ് ഭണ്ഡാരി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നുമാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 തവണയാണ് മുൻപ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപായി പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബുവിനെയും പത്മകുമാറിനെയും എല്ലാം അറസ്റ്റ് ചെയ്ത ഇവരെല്ലാം റിമാൻഡ് ആയതിനു ശേഷം ഏകദേശം ഒരാഴ്ച മുമ്പ് വീണ്ടും SIT സംഘം പങ്കജ് ഭണ്ഡാരിയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച് വരുത്തി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. അന്ന് വിട്ടയച്ചത് ഇയാളുടെ കുടുംബത്തിൽ ഒരു അത്യാവശ്യ ചടങ്ങുണ്ട്, ഇയാൾക്ക് പങ്കെടുക്കേണ്ട ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അന്ന് ക്രൈംബ്രാഞ്ച് സംഘം പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ വിട്ടയച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും SIT സ്മാർട്ട് ക്രിയേഷൻ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും രണ്ടുപേരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടോ? ജിബിൻ കേൾക്കാമോ? ജിബിൻ, പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയോ? ദിവീഷ്, ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അതായത് പങ്കജ് ഭണ്ഡാരി മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ ഉടമ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, അതുപോലെ തന്നെ ബെല്ലാരിയിൽ നിന്നാണ് ഗോവർദ്ധനുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ രണ്ടുപേരും നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർ രണ്ടുപേരെയുമാണ് സ്ഥിരമായി കണ്ടിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഈ ഒരു കേസ് എടുത്തതിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡി എടുക്കുന്നതിന് മുമ്പ് തന്നെ ബെല്ലാരിയിലും കർണാടകയിലും തെളിവെടുപ്പുകൾ നടത്തുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത്. അന്ന് ഈ രണ്ടുപേർ ഈ അന്വേഷണ സംഘം പ്രത്യേകമായി കേന്ദ്രീകരിച്ചിരുന്നത് ഒന്ന് ഈ പങ്കജ് ഭണ്ഡാരിയും, രണ്ട് ഈ ഗോവർദ്ധനയുമാണ്. കാരണം ഇവരാണ് ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് SIT അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് അതിൽ പങ്കെടുത്ത ഒരാൾ, അതായത് ഈ ഗോവർദ്ധനാണ്. ഇയാളാണ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിന് പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന തരത്തിലുള്ള മൊഴികളാണ് അന്ന് പുറത്തുവരുന്നത്. ആ വിവരങ്ങളാണ് അന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നത്. ഇതിനെ തുടർന്നാണ് ഇവരുമായി ഗോവർദ്ധന്റെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനാണ്. ആ നിലയ്ക്ക് ശബരിമലയുമായി ബന്ധമുണ്ട്, ശബരിമലയിൽ വഴിപാടുകൾ ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് തനിക്ക് ഇത്തരത്തിലൊരു തെറ്റായ ഇടപാടുകളുമായി ബന്ധമില്ല എന്ന് ഒക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ടല്ലേ? അത് തന്നെയാണ്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചത് ഈ പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയാണ്. പക്ഷേ ആ ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം അത് വാങ്ങിയിരിക്കുന്നത് ഗോവർദ്ധനാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അന്ന് ഗോവർദ്ധൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഗോവർദ്ധൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് താൻ ഒരു അയ്യപ്പ ഭക്തനാണ്, ശബരിമലയിൽ നിത്യ സന്ദർശകനാണ്. ആ സമയത്തൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രത്യേകിച്ച് കർണാടകയിൽ തന്നെ ഒരു ക്ഷേത്രത്തിലെ പോറ്റി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ അവിടെ വെച്ചുള്ള കണ്ടുപരിചയമാണുള്ളത്. പിന്നീട് ശബരിമലയിലേക്ക് എത്തുന്ന സമയത്തും ശബരിമലയിലെ അദ്ദേഹത്തിന് മറ്റ് ആവശ്യ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് പങ്കജ് ഭണ്ഡാരിയാണ്, ഗോവർദ്ധനാണ് എന്നാണ് അന്ന്. ഗോവർദ്ധന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ മറ്റ് സാമ്പത്തിക ഇടപാടുകളോ ബന്ധങ്ങളോ ഒന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല എന്നാണ് അന്ന് ഗോവർദ്ധൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്, അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ഈ സ്വർണം അവിടെ വെച്ച് വേർതിരിച്ചെടുത്ത സ്വർണം ഇത് വാങ്ങിയിരിക്കുന്നത് ഗോവർദ്ധനാണ് എന്നുള്ളൊരു കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ ഗോവർദ്ധനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജിബിൻ JB ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് ഈ SIT അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ രൂക്ഷമായ വിമർശനം വന്നതിന്റെ തൊട്ടു പിന്നാലെ 2 പേർ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാവുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയായ പങ്കജ് ഭണ്ഡാരി, ഒപ്പം തന്നെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ എന്നിവർ ആണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. നേരത്തെ ഈ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിലൊക്കെ ഒട്ടേറെ തവണ പരിശോധനകൾ നടന്നിരുന്നു. ഈ ഗോവർദ്ധന്റെ അടുത്തേക്ക് അന്വേഷണ സംഘം എത്തി. ഗോവർദ്ധൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും കൃത്യമായ സൂചനകൾ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ SIT ഇവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.